എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20യിൽ ഇന്ത്യ തന്നെയാണ് ഒന്നാം നമ്പർ ടീം എന്ന് ഇന്ത്യ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയിൽ പോയി അവരെ പഞ്ഞിക്കിട്ട ഇന്ത്യ ലോക റെക്കോർഡ് വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയത്. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. 106 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ തകർപ്പൻ പ്രകടനം തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചത്. അതിൽ സൂര്യയുടെ സെഞ്ചുറി എടുത്തു പറയേണ്ട ഒന്നാണ്. ക്യാപ്റ്റൻസിയിലും സൂര്യ ഇന്ന് മികച്ചു നിന്നു. ഇന്ത്യ ഇന്ന് ശരിക്കും സൗത്ത് ആഫ്രിക്കയെ പഞ്ഞിക്കിട്ടു. ഇന്ന് കളി ജയിച്ചപ്പോൾ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ലൈവിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ ഇന്ത്യയുടെ പെർഫോമൻസിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അവരുടെ നാട്ടിൽ പോയി അവരെ തോൽപ്പിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഈ യുവനിര ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാണ്. പ്രത്യേകിച്ച് സൂര്യ, റിങ്കു എന്നീ താരങ്ങൾ. സൂര്യയുടെ ഇന്നത്തെ പ്രകടനം എന്നെ ഞെട്ടിച്ചുകളഞ്ഞു. ബൗളിംഗിൽ കുൽദീപ് യാദവ് മികച്ചു. വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യയുടെ യുവനിര എതിരാളികൾക്ക് വെല്ലുവിളി ആകുമെന്ന് ഉറപ്പാണ്. അത്രയ്ക്കും മികച്ച പ്രകടനം തന്നെയാണ് ഈ ഇന്ത്യൻ ടീം കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ റിങ്കു സിംഗ് നന്നായി കളിച്ചു. പക്ഷേ ഇന്നവന് തിളങ്ങാൻ സാധിച്ചില്ല. ധോണിക്ക് ശേഷം ഞാൻ കണ്ട ഏറ്റവും മികച്ച ഫിനിഷർ തന്നെയാണ് റിങ്കു. വരുന്ന മത്സരങ്ങളിലും ഈ ഇന്ത്യൻ ടീം ഇതേ പ്രകടനം കാഴ്ചവെക്കട്ടെ എന്നും കോഹ്ലി വ്യക്തമാക്കി. ആദ്യ കളി മഴ മൂലം നഷ്ടമായെങ്കിലും പിന്നീടുള്ള 2 മത്സരവും ത്രില്ലറായി മാറുകയായിരുന്നു. 201 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇന്ന് ഇന്ത്യ മുന്നോട്ട് വെച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൗത്ത് ആഫ്രിക്ക 95 നോൾ ഔട്ട് ആയി. ബാറ്റിംഗിൽ സൂര്യ തിളങ്ങിയപ്പോൾ ബൗളിംഗിൽ കുൽദീപ് യാദവ് മികച്ചു നിന്നു. ഇന്നത്തെ കളി ഇന്ത്യ ജയിച്ചതോടെ പരമ്പര സമനിലയിൽ ആയി. സഞ്ജു സാംസനെ ഏകദിന ടീമിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ ഇതേ പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.